ഹായ്, ഈ പ്ലാൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇതിൽ 2 കോർട്ട്യാർഡാണ് കാണിച്ചിരിക്കുന്നത്. പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിൽ ഒന്ന് സ്വിമ്മിംഗ് പൂളായി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു 3D ഫ്ലോർ പ്ലാൻ വരുന്നത്. ഇത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പിറവത്ത് നമ്മൾ ജിജി ചേട്ടന് വേണ്ടി ചെയ്യുന്ന പുതിയൊരു വീടാണ് കേട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് ജിജി ചേട്ടൻ്റെ ഡാഡി തന്നെയാണ് കേട്ടോ ആദ്യത്തെ കുറ്റി അടിച്ചത്. ജിജി ചേട്ടനും വൈഫും അതേപോലെ മക്കളെല്ലാം ദുബായിലാണ്. അതുകൊണ്ടാണ് ഡാഡി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് പ്ലാനും അതുപോലെ എലിവേഷനും എല്ലാം നിങ്ങൾ ചെയ്യുമോ എന്നുള്ളത്. ഞങ്ങളങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാറില്ല. അതേപോലെ തന്നെ ജിജി ചേട്ടനും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാനെല്ലാം നിങ്ങൾ ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ചേട്ടനാണ് റോഹിത്തേട്ടൻ. കോട്ടയം ബേസ്ഡ് ആണ് റോഹിത്തേട്ടൻ. അപ്പോൾ റോഹിത്തേട്ടനാണ് നമ്മുടെ ജിജി ചേട്ടൻ്റെ പ്ലാനും എലിവേഷനും അതുപോലെ പെർമിഷനും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ കുറ്റിയടിക്കാനായിട്ട് റോഹിത്തേട്ടനും അതേപോലെ റോഹിത്തേട്ടൻ്റെ സൂപ്പർവൈസറും ഉണ്ട്. അതുകൊണ്ട് മനോഹറിന് ഇന്ന് കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പ്ലാനും എലിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണത് ആ ചെയ്യണ പ്രൊജക്റ്റിൻ്റെ ക്ലയൻസ് ഇവിടെ നാട്ടിലില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാറ്. അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടൈമിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം ഒരു പ്ലാന് അത് ആ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം പ്ലാന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് ദിവസം ഇരിക്കേണ്ടി വരും അല്ലേ. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്യാനും അപ്പോൾ ഓൾറെഡി അറിയാലോ നമുക്ക് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാനും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പാടായിട്ട് ടൈം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഇതിന് തന്നെ ഇപ്പോൾ 2 ദിവസമാണ് ഇപ്പോൾ നമ്മൾ ഫുൾ ഡേ ആയിട്ട് 2 ദിവസം ഫുള്ളായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. അതായത് ഇതിപ്പോൾ ഏകദേശം 9:30 മണിക്കല്ലേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. 9:30 മണിക്ക് നമ്മൾ കുറ്റിയടിക്കാൻ തുടങ്ങിയ ഒരു ഉച്ചയാകുമ്പോഴേക്ക് തീർന്നു. അതിന് ശേഷം 3 മണി ആ ഒരു സമയത്താണ് നമ്മൾക്ക് JCB അറേഞ്ച് ആയി കിട്ടിയത്. അപ്പോൾ ആ JCB വന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തുള്ളൂ. പിന്നെ അതിൻ്റെ ബാലൻസ് വർക്ക് നെക്സ്റ്റ് ഡേ ആണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാനും എലിവേഷനും എല്ലാം നമ്മളാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം, കാരണം നമ്മൾ ഒരു പ്രൊജക്റ്റിലല്ല ചെയ്യണത്, അതും പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ പ്ലാന് ക്ലയൻറ്റിനോട് വരയ്ക്കാൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം അവരെ ഒരു എഞ്ചിനീയർ അവരെ ഏറ്റവും അടുത്തുള്ള ഒരു എഞ്ചിനീയർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ രീതിയിൽ തന്നെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ എളനാട്ടിൽ ഇതേപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അവരെല്ലാവരും US-ലാണ്. അവർ ഞങ്ങളുടെ സ്ട്രക്ചറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെയുള്ള വർക്കുകൾക്ക് മാത്രമാണ് ഇതേപോലെ പ്ലാനും പെർമിഷനും എല്ലാം നമ്മൾ ഏറ്റെടുക്കാറുള്ളത്. നമ്മളെ വർക്ക് ബുക്കിംഗ് ചെയ്തതിന് ശേഷം നമുക്കൊരു സൈറ്റിൻ്റെ ലൊക്കേഷൻ ഇട്ട് തരുന്നു. നമ്മളത് നേരിട്ട സൈറ്റ് പോകണം. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ആ ക്ലയൻറ്റും ആ നാട്ടിലുള്ള ആളല്ല അല്ലേ, അവരും പ്ലോട്ട് മേടിച്ചിട്ട് 1-2 പ്രാവശ്യമുള്ള അവിടേക്ക് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളെല്ലാം ആയി. അതന്നെ ഒരുപാട് കോർഡിനേഷൻ ക്ലയൻറ്റ് എന്നോട് പറയും, ഞാൻ റോഹിത്തേട്ടനോട് പറയും, അതിൽ ഒരെണ്ണം പോലും മിസ്സാവാതെ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. ഒരെണ്ണമൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഏറ്റെടുക്കാത്തത്. നാട്ടിലുള്ളവർ അവർ തന്നെ അത് ചെയ്താൽ മതിയല്ലോ. പുറത്തുള്ളവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വർക്കുകളെല്ലാം ഏറ്റെടുക്കുന്നത്. നാട്ടിലിപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഇലക്ട്രിക്കലിനും ഞങ്ങൾ അവിടെ ഒരു ടീമിനെ കണ്ടുപിടിച്ച് അതെല്ലാം ഞങ്ങളിപ്പോൾ ചെയ്തു. 2-3 ദിവസം കൊണ്ട് അവിടെ കറണ്ട് കണക്ഷനും കിട്ടും. കുറേ ദിവസമായി അമ്മ പറയണം ഈ പൊടി ഇടുന്നത് ഭയങ്കര ഈസി ഉള്ള ജോബാണ്, അപ്പോൾ അവൾ ചെയ്യാമെന്ന്. പക്ഷേ അവളെ ഈ ഡ്രസ്സ് എന്തായാലും പൊടിയിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവളെ മാറ്റി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിരടിനെ കണക്കാക്കിയിട്ടാണ് ഈ പൊടിയിടുന്നത്. അപ്പോൾ അവളുടെ ആ ഡ്രസ്സ് തട്ടിയിട്ട് ഈ ചിരട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. ജിജി ചേട്ടനും ഫാമിലി നമ്മുടെ മാത്യു സാറിൻ്റെ വീടാണ് കേട്ടോ പോയി കണ്ടത്. ആ സമയത്ത് നമ്മൾക്ക് അടിച്ചിറ വീട്ടിലും വർക്ക് നടക്കുന്നത്, കോട്ടയം അടിച്ചിറയിൽ. അങ്ങനെ ഞങ്ങൾ മാത്യു സാറിൻ്റെ വീട് കണ്ടു കഴിഞ്ഞ് അവർ വിളിച്ചപ്പോൾ അങ്ങനെ അടിച്ചിറയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അടിച്ചിറയിൽ വെച്ചിട്ട് ഞങ്ങൾ ഫുള്ള് സംസാരിച്ച് മീറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ജിജി ചേട്ടൻ്റെ സൈറ്റിൽ പോയി. അങ്ങനെയാണ് കേട്ടോ ഈ ബുക്കിംഗ് എല്ലാം എടുത്തത്. ജിജി ചേട്ടൻ നമ്മുടെ വർക്കിൽ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കും ബേസ്മെൻ്റ് അടക്കം റേറ്റ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ അറിയാം നമുക്ക് ഒരിക്കലും ബേസ്മെൻറ്റിൻ്റെ റേറ്റ് ആദ്യമേ പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ കുറച്ച് നേരം മുമ്പ് പോലും ഒരു ചേട്ടൻ വിളിച്ചിട്ട് ആ ചേട്ടൻ സ്ഥലം പോലും മേടിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഇൻക്ലൂഡിങ് ബേസ്മെൻറ്റിൻ്റെ റേറ്റാണ് പറയണത്. അപ്പോൾ അതൊരിക്കലും പറയാൻ പറ്റില്ല എന്ന് പറയണതിൻ്റെ കാരണം ഇതാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ ഓരോ സ്ഥലത്തിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പിനൊക്കെ അനുസരിച്ചിട്ടാണ് ഒരു ബേസ്മെൻറ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയണതാണ്. ശരിക്ക്
ഓൾ കേരളയിൽ 1800 രൂപയ്ക്ക് ചെയ്യുമെന്ന് പറയുന്ന ആ പയ്യന്മാരെ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കൊടുത്തിട്ട് വേണം ഈ ഒരു വീടൊക്കെ കൊടുക്കാനായിട്ട്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണ കാര്യം മാത്രം പറയുക. എല്ലാവരും അങ്ങനെ ആയിക്കോളണമെന്നില്ല, ആയിക്കോട്ടെ, എന്നാലും ആൾക്കാർ ശരിക്കും ഒരു പറ്റിക്കപ്പെടുന്ന പോലെയല്ലേ അതല്ലേ. അങ്ങനെ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വിത്തൗട്ട് ബേസ്മെൻറ്റ് പറയുമ്പോൾ നമ്മളെന്തോ തെറ്റുകാരെ പോലെയാണ് ആൾക്കാർ കാണുന്നത്. ബേസ്മെൻറ്റ് ഒരാൾ നാൾ വിളിച്ചിട്ട് വെച്ചു ബേസ്മെൻറ്റ് ഇല്ലാണ്ട് എങ്ങനെ വീട് വയ്ക്കുക, അപ്പോൾ ബേസ്മെൻറ്റ് വേണം, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ബേസ്മെൻറ്റിൻ്റെ പ്രൈസ് പറയണില്ല എന്ന്. പിന്നെ അപ്പോൾ ആളോട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്താ ഇപ്പോൾ പറയുക അയാളോട്? അയാളുടെ പ്ലോട്ടോ അയാളുടെ സ്ഥലമൊന്നും കാണാണ്ട് എങ്ങനെയാണ് അയാൾക്കൊരു ബേസ്മെൻറ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു കൊടുക്കുക? നമ്മൾ സാധാരണ രീതിയിൽ പറയണമെങ്കിൽ ഒരു നോർമൽ ബേസ്മെൻറ്റിന് ഇത്ര രൂപ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അത് ഫുൾ ഫിനിഷ് ആവാൻ ഇത്ര രൂപയാവും എന്നുള്ളത് ആ സ്ഥലം കാണുമ്പോഴും കൂടിയും പറയാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ വരഞ്ഞൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ, ഈ വര വെച്ചിട്ടൊരു ബേസ്മെൻറ്റിൻ്റെ പ്രൈസ് പറയാൻ പറ്റുമോ? ഇത് JCBയിൽ ഇപ്പോൾ ഇത് മണ്ണെടുക്കണ സമയത്തല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് എത്രത്തോളം ബലമുണ്ട് ഈ മണ്ണ് എന്നുള്ളത്. ചില ആൾക്കാർ പറയും ഇവിടെയൊക്കെ നല്ല ബലമാണെന്ന്. ചിലപ്പോൾ JCBയിൽ എടുക്കുന്ന സമയത്ത് അവിടെ ഫുള്ള് ലൂസ് മണ്ണായിരിക്കും. പിന്നെ ആ ലൂസ് മണ്ണിൽ നിന്ന് ബേസ്മെൻറ്റ് കെട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്ലോട്ടിന് അതും ബാധകമല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ JCB നിൽക്കണ ഇപ്പോൾ ഈ ഇറങ്ങിപ്പോയ പൊസിഷനിലാണ് ഈ വീടിൻ്റെ ബെഡ്റൂം വരുന്നത്. അതേപോലെ ഫ്രണ്ടിലെ കിച്ചണും വരുന്നത് ഇത്ര ഡെപ്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ അവിടെ ഫുള്ളായിട്ട് റീറ്റെയിനിങ് വാളൊക്കെ കെട്ടിയിട്ട് മണ്ണ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എക്സ്പെൻസ് കൂടുതലാണ്. കാരണം ഒരുപാട് ഹൈറ്റ് വരും, ഏകദേശം 12 അടി ഹൈറ്റാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അത്ര 12 അടിയൊന്നും ഒരു തറയുടെ ഉള്ളിൽ മണ്ണ് കൊണ്ടിട്ടിട്ട് ഫില്ലിങ് എന്ന് പറയണത് വലിയ വിഡ്ഢിത്താണ്. അതൊക്കെ ഒരിക്കലും ഒരാളും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇത്രയും കാണുന്ന ഈ ഒരു പോർഷൻ നമ്മൾ കൊളം ഫൂട്ടിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് വാർത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് പോണത്. ഇങ്ങനെ ചെയ്യാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ബേസ്മെൻറ്റിൻ്റെ ഇപ്പോൾ നോർമൽ പ്രൈസ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ പ്രൈസിനേക്കാളും പ്രൈസ് കൂടും. പക്ഷേ ആ ബേസ്മെൻറ്റിന് കുറച്ച് പ്രൈസ് കൂടിക്കഴിഞ്ഞാലും ഇത് ആരാണോ ഈ രീതിയിൽ ചെയ്യണത് ആ ആൾക്കാർക്ക് വേറൊരു ബെനിഫിറ്റ് അതിൽ കിട്ടുന്നുണ്ട്. പില്ലറിട്ടിട്ട് സ്ലാബ് വാർക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.25 സെൻറ്റ് സ്ഥലം നമ്മൾക്ക് അതിൻ്റെ അടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജിച്ചേട്ടാ ഇപ്പോൾ ഇത് ഒരു സെൻറ്റിന് എത്ര രൂപ വെച്ചിട്ടാണ് മേടിച്ച്? 3 ലക്ഷം രൂപ വെച്ചിട്ട് മേടിച്ചു. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു 1.25 സെൻറ്റ് സ്ഥലം അതിൻ്റെ അടിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ നമുക്ക് ആ സ്പേസ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നേരെ മറിച്ചിട്ട് ഇവിടെ സാധാരണ കെട്ടണത് റിട്ടേൺ വാളിൽ കെട്ടിയിട്ട് മണ്ണ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റൂമും കിച്ചണും ആയിട്ട് തന്നെ പോകും. ആ സ്ഥലം പിന്നെ നമുക്ക് അത് രണ്ടിൻ്റെ ഉപയോഗം മാത്രമേ നടക്കുള്ളൂ. സ്ലാബ് ചെയ്യണ സമയത്ത് മുകളിൽ അതും നടക്കും, അതിൻ്റെ താഴെ സ്ഥലങ്ങളിൽ അവർ വേറെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ബേസ്മെൻറ്റിന് ചിലവാകുന്ന ഒരു എക്സ്പെൻസ്, അതായത് അധികം വരുന്ന ഒരു എക്സ്പെൻസ് ഒരിക്കലും നഷ്ടമാവില്ല. പിന്നെയൊക്കെ ഓരോ ആൾക്കാരെ യുക്തി പോലെ ഇരിക്കും കേട്ടോ. കാരണം ആ ഒരു സ്പേസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ. അതാണ് ഇപ്പോൾ അമ്മു ഇൻട്രോയിൽ പറഞ്ഞില്ലേ, 2 കോട്ടിയാട് ഉണ്ടായിരുന്നത് ഒറ്റ രാത്രി കൊണ്ട് നമ്മളവിടെ ഒരു 1 സൈഡ് പൂളാക്കിയെന്ന് പറയണത്. ഇപ്പോൾ JCB നിൽക്കുന്ന ആ ഒരു സൈഡാണ് ഇപ്പോൾ നമ്മൾ പൂളാക്കിയത്. ഇവിടെ JCBയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനോഹരൻ ആ പ്ലാന് കണ്ടിട്ട് എന്നോട് പറഞ്ഞതാണ് നമുക്ക് ഈ ഒരു സൈഡ് പൂളാക്കി കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് ജീച്ചേട്ടനോട് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞപ്പോൾ ജീച്ചേട്ടൻ അപ്പം തന്നെ അതിന് ഓക്കെ പറഞ്ഞു. കാരണം ജീച്ചേട്ടൻ നമ്മുടെ എന്ത് സജഷൻസും എടുക്കാൻ തയ്യാറുള്ള ഒരാളാട്ടോ. പക്ഷേ ചില ക്ലയൻസിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു താല്പര്യം തോന്നലില്ല. അവരെന്തോ അവർ പറഞ്ഞതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കാറുണ്ട്. പക്ഷേ ജീച്ചേട്ടൻ്റെ സൈഡിൽ അങ്ങനെയല്ല, ആൾ നമ്മൾ എന്ത് സജഷൻസ് പറഞ്ഞാലും എടുക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. നമ്മളെപ്പോഴും സജഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചില ക്ലയൻസുകൾ അത് എടുക്കാറുണ്ട്. ചിലവർ നമ്മളെ സജഷൻസ് മോശമായതുകൊണ്ടല്ല എടുക്കാത്തത്. അവരെന്താണെന്ന് വെച്ചാൽ ഈ വാസ്തു അങ്ങനെയുള്ളത് മാറുമോ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ ഓൾറെഡി അവർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എലിവേഷൻ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ടാവും. അതെ. പിന്നെ ഒരു എലിവേഷൻ വരച്ച് വെച്ചൊരു ക്ലയൻറ്റ് നമ്മളെ വിളിക്കുമ്പോൾ പിന്നെ നമ്മൾക്ക് അതിലൊരു സജഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ഒരു ഫുൾ ഫിനിഷ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് സ്ഥിരം ചെയ്യണതുകൊണ്ട് നമുക്കൊരു ഐഡിയ നമ്മളെ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫുൾ ഫിനിഷ്ഡ് ചിത്രമാണ് എൻ്റെ മനസ്സിൽ വരിക. ഇപ്പോൾ ഒരാൾ വരച്ച് കാണിച്ചു കൊടുക്കുന്നതും നമ്മളത് പറഞ്ഞ് ഫലിപ്പിക്കണതിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുക്കാറില്ല. അങ്ങനെയുള്ള അവിടെ നമ്മൾ അവരെന്താണോ പറഞ്ഞത് അതേപോലെ ചെയ്യും. അവർ വരച്ച് വെച്ചിരിക്കുന്ന എന്താണോ ആ സെയിം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും കേട്ടോ. അതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പ്ലാനിൽ വെന്റിലേഷനൊക്കെ വളരെ ചെറുതായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക.
അപ്പം നമുക്കത് വീട് വെക്കണ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നും. കാരണം ഇത്രയും വലിയ ഹാളൊക്കെ ആകുമ്പോൾ ചെറിയ വെന്റിലേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചം ഇതൊന്ന് കാറ്റും കറക്റ്റ് കിട്ടാണ്ടിരിക്കുമെന്ന് എനിക്ക് തന്നെ തോന്നും. അപ്പോൾ ഞാൻ ഈ മുൻകൂട്ടി ഇങ്ങനെ ഒരു സജഷൻ പറയുമ്പോൾ ഇവരൊക്കെ ഹൈ കോസ്റ്റ് എന്നുള്ള ചിന്തയിൽ അയ്യോ പൈസ കൂടുമോ ആ ഒരു രീതിയിൽ ചിലപ്പോൾ അത് സമ്മതിക്കാറില്ല. പക്ഷേ ചെറിയ ജനലൊക്കെ വെച്ച് വന്ന് വീടായണ സമയത്താണ് പിന്നെ ഇവർ പറയുക വീടിൻ്റെ ഉള്ളിൽ വെളിച്ചമല്ല, അങ്ങനെ പറഞ്ഞിട്ട് ജനൽ മാറ്റിയതും ഉണ്ട് കേട്ടോ. വാസ്തുവിൻ്റെ തന്നെ ഒരു ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ, വായു വെളിച്ചം ഇതൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രോപ്പറായിട്ട് കിട്ടുക എന്നുള്ളതല്ലേ. അതല്ലേ ഒരു പ്രോപ്പറായിട്ടെല്ലാം വെളിച്ചം വെട്ടമൊക്കെ നല്ല ഒരു ഉച്ചയ്ക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാലും ലൈറ്റ് ഇടാത്ത രീതിയിൽ അവിടേക്ക് നല്ല വെട്ടവും വെളിച്ചവും കാറ്റൊക്കെ കിട്ടണം. അങ്ങനെയുള്ളൊരു വീടല്ലേ ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഇടുങ്ങി പിടിച്ചിട്ട് ആകെ ഫുള്ള് ഓരോ റൂമിൻ്റെ 4 സൈഡും ഫുള്ള് ചുമരിൽ മൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന റൂമിൽ എനിക്ക് ഇഷ്ടമാവുമോ? അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓൾറെഡി ഈ പ്ലോട്ടിൽ ഒരുവിധം മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഈ ഒരു മാവ് നേരത്തെ നിങ്ങൾ കണ്ടില്ല, ആ ഒരു മാവ് അവിടെ നിർത്താൻ പറ്റുന്നതായിരുന്നു അവരൊക്കെ ആഗ്രഹം അല്ലേ, നിർത്തണം എന്നായിരുന്നു അവരൊക്കെ ആഗ്രഹം. കാണുമ്പോൾ നല്ലൊരു മാവും തൈ ആയിരുന്നു. പക്ഷേ ആ മാവും തൈ എടുക്കാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം നിങ്ങളിപ്പോൾ ആ കാണുന്ന ചെറിയ തൈ മാത്രമേ മുകളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് മരം മുറിച്ചിട്ട് അതിൻ്റെ മുകളിലുണ്ടായ മാവായിരുന്നു അത്. പിന്നെ അത് മാത്രമല്ല ഇവിടെയുണ്ട് കറക്റ്റ് ഈ കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് ഒരു പില്ലർ വരുന്നത്. അതും വേറൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കല്ല് വെട്ടിയെടുത്ത സ്ഥലമാണ്. അതായത് 35 കൊല്ലം മുന്നേ അപ്പച്ചുണ്ടാക്കിയ ആ വീടിന് കല്ല് വെട്ടിയെടുത്തത് ഈ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ആ സ്ഥലത്താണ് ആ മാവും തൈ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പില്ലർ മാത്രം നമ്മളെ ഈ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് വരുമ്പോഴേക്ക് തന്നെ 12 അടി ഹൈറ്റ് വരും. ഇതുകൊണ്ടൊക്കെയാണ് ഞാനീ പറയണത് ബേസ്മെൻറ്റിൻ്റെ ഒരു പ്രൈസ് നമ്മൾക്ക് പ്ലോട്ടിൽ JCB വന്ന് കുഴി എടുക്കണ സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറയാറുണ്ട് അതങ്ങനെ. കാരണം ഇപ്പോൾ ആ മാവൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച് നല്ല ഉറച്ച മണ്ണായിരിക്കും എന്നല്ലേ. ആ മാവ് എടുത്തതിന് ശേഷം നല്ല ലൂസ് മണ്ണ്, അതായത് ഇപ്പോൾ വെട്ടുകല്ല് കുഴിയിൽ കുറേ മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ 35 കൊല്ലമായി കഴിഞ്ഞാലും ഉറക്കില്ല എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ. ചില ആൾക്കാർ പറയാം അതൊക്കെ നല്ല ഉറച്ച മണ്ണാണെന്ന്. ഇപ്പോൾ പുതുതായിട്ട് വീട് വെക്കാനായിട്ട് സ്ഥലം എടുക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചോണ്ട് ഓരോ പ്ലോട്ട് എടുക്കുമ്പോഴും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി മേടിക്കുക, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന റബ്ബറും തോട്ടത്തിൻ്റെ അതേപോലത്തെ ഒരു തോട്ടം മേടിക്കുക, തട്ടാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടില്ലേ, അങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇതേപോലെയാണ് JCBയിൽ നമ്മൾ വലിച്ചിട്ട മണ്ണായിരിക്കും അത്. നിങ്ങൾ സ്ഥലത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാദർ വന്നിട്ട്. അപ്പോൾ ഫാദറിൻ്റെ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാന്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. നമ്മുടെ വർക്കേഴ്സിനുള്ള റൂമും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ജീവിച്ചേട്ടൻ്റെ ഈ വീടിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ സെറ്റാണ്. സാധാരണ ഞങ്ങൾ ചെയ്യുന്ന രീതിയിലല്ല, ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് കുറച്ച് വ്യത്യസ്തതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ബേസ്മെൻറ്റ് സംശയങ്ങളൊക്കെ ചോദിക്കണവർക്ക് ഒരു മറുപടി കൂടിയാണിത്. ബേസ്മെൻറ്റിൻ്റെ റേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും 10-12 മിനിറ്റ് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ചില ആൾക്കാർ ബേസ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറയും. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതാണ് ഞാൻ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വീഡിയോസിലായിട്ട്, അതായത് ഡയറക്റ്റ് കാണിച്ചിട്ട് പറഞ്ഞു തരണത്. കുറേ പേര് എഡ്യൂക്കേറ്റഡ് ആട്ടോ നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട്, അവർക്ക് എല്ലാം അറിയാം നമ്മുടെ കൺസ്ട്രക്ഷനെ പറ്റിയിട്ട്. എന്തായാലും താങ്ക്